സ്വീഡനിലെ ലുസിയ ഡേനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലുസിയ ദാഗൻ. ഡിസംബർ 30 സ്വീഡനിലെ ലുസിയ ഡേ. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലൊരു ലുസിയ ഉണ്ട്. നമ്മുടെ നൈനുമാണ് ഇപ്രാവശ്യം നമ്മുടെ ലുസിയ. വിൻ്ററിലെ ഈ ഇരുട്ടു നിറഞ്ഞ ദിവസങ്ങളിലേക്ക് വെളിച്ചവുമായി വരുന്നൊരു പെൺകുട്ടിയാണ് ലുസിയ. സ്വീഡനിലെ ലുസിയ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് സിംബലൈസ് ചെയ്യുന്നത് ലൈറ്റ്, ഹോപ്പ് ആൻഡ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ സ്കൂൾസ്, ഓഫീസ്, ചർച്ച് അവിടെയൊക്കെ ഈ ലുസിയ ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഒരു ലുസിയ പ്രൊസഷൻ ഉണ്ടാവും. അത് ലീഡ് ചെയ്യുന്നത് ഈ ലുസിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയായിരിക്കും. വൈറ്റ് ഗൗണാണ് ലുസിയയുടെ ഒരു ഡ്രസ്സ്. വേസ്റ്റിൽ ഇങ്ങനെ ഒരു റെഡ് റിബൺ, പിന്നെ കാൻഡിൽസിൻ്റെ ഒരു ക്രൗൺ ഉണ്ടായിരിക്കും. നൈനുവിൻ്റെ സ്കൂളിൽ ഇപ്രാവശ്യത്തെ ലുസിയ ഡേ പെർഫോമൻസ് ചെയ്തത് ഇവരുടെ ക്ലാസ് ആയിരുന്നു. 3rd ഗ്രേഡുകാരായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനത്തെ കോസ്റ്റ്യൂംസിലാണ് വന്നത്. ഇങ്ങനെ ഒഫീഷ്യലൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ലുസിയേ ഉണ്ടാവുള്ളൂ. ബാക്കി ലുസിയയുടെ കൂടെയുള്ള ഗേൾസ് ലുസിയയുടെ ഹാൻഡ് മെയ്ഡൻസ് ആയിരിക്കും. പിന്നെ ബോയ്സ് സ്റ്റാർ ബോയ്സ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ജിഞ്ചർ ബ്രെഡ് മാൻ, പിന്നെ ഈ ക്രിസ്മസ് പപ്പാസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. ലീഡ് ചെയ്യുന്ന ആളായിരിക്കും ലുസിയ. അവരായിരിക്കും ഈ കാൻഡിൽസിൻ്റെ ക്രൗണൊക്കെ വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളല്ലേ, സ്കൂളിൽ 3rd ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ ഇവർക്ക് കുറേ ലുസിയ ഉണ്ട്. ഒരു 4-5 പേര് ആ വൈറ്റ് ഗൗണും കാൻഡിൽസിൻ്റെ ക്രൗൺസൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ചെയ്യുമ്പോൾ ഒരാളെ കാണുള്ളൂ. ഇവിടെ നൈനുവിൻ്റെ സ്കൂളിൽ സെയിൻറ്റ് ലൂസിയനെ കുറിച്ചിട്ട് കുറേ സോങ്സൊക്കെ ഓൾറെഡി ഇവർക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരോട് പെർഫോം ചെയ്യും. പിന്നെ ഈ ലുസിയ ഡേ ഈ ലൈറ്റിനെ സിംബലൈസ് ചെയ്യുന്ന പോലെ തന്നെ ക്രിസ്മസിൻ്റെ ഒരു വരവിനെ മാർക്ക് ചെയ്യാനും കൂടിയുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ കുറേ സോങ്സും ഇവരിവിടെ ഒരുമിച്ച് സിങ് ചെയ്യും.